ഒരു 83 വയസ്സുകാരൻ അപ്പൂപ്പനെ വൃദ്ധസദനത്തിലേക്ക് ആക്കി. പെട്ടെന്നൊരു നാൾ തീരുമാനം സ്വന്തം മകൻ്റെയും മരുമകളുടെയും തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചെറുമകൾ 7 വയസ്സ് പ്രായത്തിലുള്ള പെൺകുട്ടി അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നു, എന്തിനാണ് അപ്പൂപ്പനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത് എന്ന് ഈ കുട്ടി മാതാപിതാക്കളോട് ചോദിക്കുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ, അതായത് ഈ അപ്പൂപ്പൻ്റെ മരുമകൾ പറഞ്ഞു കൊടുക്കുന്നു, അപ്പൂപ്പൻ ആള് ശരിയല്ല, മോശക്കാരനാണ്, വൃത്തികെട്ടവനാണ്. മോള് കുറച്ചുകൂടെ വലിയ കുട്ടിയാവുമ്പോഴത്തേക്ക്, വലിയ ആളാവുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അപ്പൂപ്പൻ പന്നനാണ് എന്ന് മോൾക്ക് മനസ്സിലായിക്കൊള്ളും എന്ന് ഈ അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ അപ്പൂപ്പൻ മോശക്കാരനായിട്ട്, വൃത്തികെട്ടവനായിട്ട് വൃദ്ധസദനത്തിൽ അകപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ അപ്പൂപ്പൻ ചെയ്ത തെറ്റ്? 83 വയസ്സ് പ്രായമുള്ള അപ്പൂപ്പനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് 10 വർഷം മേളിലായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലാണല്ലോ, ഇപ്പം എല്ലാം മൊബൈൽ ഫോണാണല്ലോ. അതിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വൈകാരികത, കാമാസക്തിക്ക് ധാരാളമായിട്ട് ബ്ലൂ ഫിലിംസ് കാണുന്ന സ്വഭാവം ഉണ്ട്. എന്നിട്ട് ഈ 83 വയസ്സിൽ അദ്ദേഹം സ്വയംഭോഗം ചെയ്യുന്ന പരിപാടിയുണ്ട്. ഈ മനുഷ്യൻ തൻ്റെ കിടപ്പറയിൽ ആ ഡോറ് അടച്ചിട്ടിട്ട് ചെയ്താൽ പോരായിരുന്നു ഈ പരിപാടി. അപ്പം ഇങ്ങേര് ഈ ഡോറ് അടയ്ക്കാതെ ഇങ്ങേരുടെ സ്വകാര്യ കാമാസക്തി ശമിപ്പിക്കുന്ന അവസ്ഥ ഈ 7 വയസ്സുകാരി പെൺകുട്ടി കാണാനിടയാവുന്നു. പക്ഷെ ആ കുട്ടിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. എന്നാൽ ആ കുട്ടിക്കൊരു ചേട്ടൻ, ഒരു പയ്യൻ 10 വയസ്സുകാരനും ആ വീട്ടിലുണ്ട്. അപ്പം ഇത് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൂപ്പൻ പിന്നെ മോളെ അകത്ത് വന്നോളൂ, പിന്നെ കാണാൻ തുടങ്ങുമ്പോൾ ആ കൊച്ചു ഓടി അങ്ങ് പോവുകയാണ്, അതിന് മനസ്സിലാവുന്നില്ല. എന്തായാലും മരുമകൾ കാണാനിടയാവുകയും അങ്ങനെ ആ വീട്ടിൽ വലിയ വിഷയമായി തീരുകയും ചെയ്തു. അങ്ങനെ മകൻ തന്നെ ഈ അച്ഛനോട് വന്ന് ചോദിക്കുന്നു, അച്ഛൻ്റെ ഇത്തരം കാര്യങ്ങൾക്ക് ഡോർ അടച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഇങ്ങനെ 2 കൊച്ചുങ്ങളുള്ള സ്ഥലത്ത് വെച്ചിട്ടാണോ നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത്? 83 വയസ്സുണ്ടല്ലോ നിങ്ങൾക്ക്, ഇപ്പോഴും ഇത്ര ആരോഗ്യമുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്ക്. എന്നാൽ ബുദ്ധിയില്ലേ, വിവേകമില്ലേ? ഈ ചെറു കുട്ടികളുള്ള സ്ഥലത്ത് ഇങ്ങനെ ഡോറും തുറന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. നിങ്ങൾക്കല്ലാതെ എല്ലാത്തിനും ബുദ്ധി ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അച്ഛനും മകനും തർക്കമായി, വഴക്കായി. അപ്പോൾ ഈ അപ്പൂപ്പൻ ഇവരെ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്രായവും ഇത്രയുണ്ട്. എന്നാൽ കാമാസക്തി ഇപ്പോഴും മൂർധന്യാവസ്ഥയിൽ അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് ഈ മൂപ്പിൽസിന്. അത് അങ്ങരുടെ സ്വകാര്യത, അത് അങ്ങരുടെ ആവശ്യം, അത് അങ്ങരുടെ ആരോഗ്യം, അതൊക്കെ അങ്ങരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ ഈ ചെറുമക്കൾ ഉള്ള സ്ഥലത്ത് അങ്ങേര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു നാട്ടുകാരുടെയും വാർത്ത. നാട്ടുകാർ മൊത്തം അറിഞ്ഞു, അയൽപ്പക്കമെല്ലാം അറിഞ്ഞ വിഷയമായി. എന്തായാലും പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്വന്തം ജീവിതം നയിക്കാനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള ഒരുക്കങ്ങൾ ഇനിയുള്ള കാലത്ത് ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇനിയുള്ള ഡിജിറ്റൽ യുഗത്തിൽ ചെറുമക്കളും ഉണ്ടാകത്തില്ല, മക്കളും ഉണ്ടാകത്തില്ല, ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ വാർദ്ധക്യം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വകാര്യത നടത്തിക്കൊണ്ട് പോകാനുള്ള സാമ്പത്തികം, അതിനുള്ള ഭദ്രത, നിങ്ങളുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസ്ഥകൾ നിങ്ങൾ തന്നെ മുൻകൂട്ടി കണ്ടുപോവുക. അല്ലാതെ കുറച്ച് റിട്ടയർമെൻറ്റ് പൈസ കിട്ടിയത് കൊണ്ടോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആക്കി കുറച്ച് പൈസ സ്വരൂപിച്ചത് കൊണ്ടോ ഒന്നൊരു കാര്യമില്ല. പദ്ധതികൾ ഒക്കെ ഒരുപാടുണ്ടല്ലോ, നിങ്ങൾക്ക് വയസ്സാകാലത്ത് ഇത്ര കിട്ടും അത്ര കിട്ടുമെന്നൊക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം അടുത്തിടെ എന്നോട് ഈ കൊച്ചുകുട്ടി ഞാൻ കാണാനിടയായി. ആ കുട്ടിയുടെ ഒരു പഠന വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണ് ഈ അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിയാനിടയായത്. എന്തായാലും നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ ശരിയും തെറ്റും ഒക്കെ നിങ്ങൾ വിലയിരുത്തുക. പ്രായമായ മനുഷ്യന് വൃദ്ധസദനത്തിലേക്ക് അയച്ചു, അതൊക്കെ അവരുടെ സ്വകാര്യതയും അവരുടെ കാര്യങ്ങളും. എന്തായാലും സൈക്കോളജിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ഫാമിലി കൗൺസിലിംഗ്, അഡോളസൻ്റ് കൗൺസിലിംഗ്, ഇതിനൊക്കെ എന്നെ സമീപിക്കാം. ഞാൻ കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റാണ്. 9605743596 ആണ് എൻ്റെ നമ്പർ. നമുക്ക് മുഖത്തലയിലും സ്വന്തമായിട്ട് കൗൺസിലിംഗ് സെൻ്ററുണ്ട്, NP സ്കൂൾ ഓഫ് തോട്ട്സ്. വിളിക്കുക, വരിക, എൻ്റെ സേവനം നേടുക.
ഭയങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്കും രഹസ്യാത്മകമായിട്ട് തന്നെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കൈകാര്യം, അല്ല വെറുതെ നിർദ്ദേശമൊന്നുമല്ല സൈക്കോളജി കൗൺസിലിംഗ്, വെറുതെ കുറേ പ്രചോദന വീഡിയോകളൊന്നുമല്ല കൗൺസിലിംഗ് സൈക്കോളജി എന്ന് മനസ്സിലാക്കുക. അതിൻ്റേതായ ഒത്തിരി ശാസ്ത്രീയതയുണ്ട്, സിസ്റ്റമുണ്ട്, മോഡാലിറ്റീസ് ഉണ്ട്. വന്ന് നേരിട്ട് വേണം ആ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകാൻ. മരുന്നില്ല, ഔഷധരഹിതമാണ് എങ്കിൽ പോലും വരിക.